നമ്മളിനി ഇടുക്കിയിലേക്ക് പോവുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിന്റെ ഭൂപ്രകൃതിയുമായി പുലബന്ധമില്ലാത്ത രണ്ട് ജില്ലകളാണ് വയനാടും ഇടുക്കിയും. അതായത് കേരളത്തിന്റെ മറ്റു ജില്ലകളിലേതെന്ന പോലെ ഉള്ള സാഹചര്യമില്ല. ഇപ്പൊ കേരളത്തിലെ മറ്റു ജില്ലകളും അവസ്ഥയിലേക്ക് വന്നു എങ്കിലും ഇടുക്കിയും വയനാടും ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ ഇടങ്ങളിലേതുപോലെ വളരെ ചരിഞ്ഞ ഭൂപ്രകൃതിയുള്ള ദുർബലമായ ഭൂപ്രകൃതിയുള്ള ഇടങ്ങളാണ്. അതുകൊണ്ടാണ് അവിടെ വലിയ ദുരന്തങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ ശ്രദ്ധ അവിടെയും വേണം. അതായത് അവിടെ വെള്ളപ്പൊക്കം വന്നാൽ എങ്ങനെ നേരിടാം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മഴ പെയ്യും, ഇതുപോലെ ഈ മഴയുടെ തീവ്രത കൂടിക്കൂടി വരികയുള്ളൂ, കുറയില്ല. അപ്പോൾ ദുരന്തങ്ങൾ നേരിടാതിരിക്കാൻ തയ്യാറാവുക. ആദ്യം മുന്നൊരുക്കങ്ങൾ, പിന്നീട് രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഇടപെടൽ, മൂന്നാമത്തേത് പുനരധിവാസം. ഇതിൽ ഒന്നാമത്തേതും മൂന്നാമത്തേതും നടക്കും, പക്ഷെ നടക്കില്ല. രണ്ടാമത്തേതാണ് അവസ്ഥ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഇറങ്ങിച്ചെല്ലും, ഭരണകൂടം പ്രവർത്തിക്കും. പക്ഷെ അങ്ങനെയല്ല, ഒന്നാമത്തേത് നന്നാക്കിയാൽ രണ്ടാമത്തേത് സ്വാഭാവികമായി. പിന്നെ പുനരധിവാസം, അത് അല്പം വൈകിയാൽ അവർക്ക് ആശ്വാസമുണ്ട്. പക്ഷേ ഈ ആദ്യത്തേതും മൂന്നാമത്തേതും നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ വരുന്ന വലിയ പ്രതിസന്ധി. എന്തായാലും നമുക്ക് ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടുക്കിയിലെ സാഹചര്യം ആണ് പരിശോധിക്കേണ്ടത്. ഇടുക്കി ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ ഇടവിട്ട് അതിശക്തമായ മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ട്. ഇന്നലെ അർദ്ധരാത്രിയിലും പുലർച്ചെയുമായി പല മേഖലകളിലും അതിശക്തമായ മഴ പെയ്തിരുന്നു. മഴ തുടരുന്നതിനാൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാത്രികാല യാത്രയ്ക്കും വിനോദസഞ്ചാരികൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും ജില്ലയിൽ തുടരുകയുമാണ്. മലങ്കര ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ നിലവിൽ തുറന്നിരുന്ന 5 ഷട്ടറുകളിൽ 3 1 സെന്റിമീറ്റർ കൂടി ഉയർത്തിയിട്ടുമുണ്ട്. സുബിൻ തോമസ് നൽകും വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. സുബിൻ, ഇന്നലെ രാത്രിയും ഇടവിട്ട് ശക്തമായ മഴയായിരുന്നു എന്നുള്ളതാണ്. എന്താണ് ജില്ലയിലെ ഇന്നത്തെ ഒരു സാഹചര്യം? രാത്രിയിലെ ആ മഴ അല്പം ഒന്ന് മാറി നിൽക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അല്ല, സുബിൻ നിൽക്കുന്നതിന് പിന്നിൽ കാണുന്ന ആ വെള്ളച്ചാട്ടം, അത് വെള്ളച്ചാട്ടമാണോ ഇപ്പോഴുണ്ടായ വെള്ളപ്പെയ്ത്താണോ എന്നറിയില്ല. എങ്കിൽ പോലും അതിൻ്റെ ആഴം കാണുമ്പോൾ തന്നെ ഇടുക്കി എത്രമാത്രം മഴയെ നേരിട്ടു എന്ന് ഉറപ്പാകും. തീർച്ചയായും രാഖി കൃഷ്ണരാജ്, ഞാനിപ്പോഴുള്ളത് അഞ്ചുരുളി എന്ന് പറയുന്ന ഭാഗത്താണ്. ഇടുക്കി ഡാമിൻ്റെ വൃഷ്ടിപ്രദേശമാണ്. ഇരട്ടയാർ ഡാമിൽ നിന്ന് ടണൽ മാർഗം വെള്ളം എത്തിക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഇരട്ടയാർ ഡാമിൽ നിന്ന് ഒഴുകി ഇടുക്കി ഡാമിലേക്ക് എത്തുന്ന വെള്ളമാണിത്. ആ വെള്ളം ആണ് ടണലിലൂടെ എത്തിയ ശേഷം നിലവിൽ ഇടുക്കി ഡാമിലേക്ക് വന്നു ചേരുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഞാനിപ്പോഴുള്ളത്. നിലവിൽ ഈ ഇടുക്കി ഡാമുകളിലെല്ലാം തന്നെ വെള്ളം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഇരട്ടയാർ ഡാം ഈ ജില്ലയിലെ ചെറു ഡാമുകളിലൊന്നാണ് ഇരട്ടയാർ ഡാം. അവിടെ റെഡ് അലേർട്ട് തുടരുന്നതിനാൽ കൂടുതൽ വെള്ളം നിലവിൽ ഇടുക്കി ഡാമിലേക്ക് ഒഴുക്കി വിടുന്നുണ്ട്. അത്തരത്തിൽ ഇടുക്കി ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന പ്രദേശം അല്ലെങ്കിൽ ഇടുക്കി ഡാമിൻ്റെ വൃഷ്ടപ്രദേശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതൊരു ടൂറിസം മേഖല കൂടിയാണ്. ഇടുക്കിയിലെ മഴ സാധ്യതകളിലേക്ക് എത്തിയാൽ നിലവിൽ ഇടുക്കിയിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത തുടരണമെന്നുള്ളൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. ഇന്നലെ അർദ്ധരാത്രിയിലും ഇന്ന് പുലർച്ചെയുമായി ജില്ലയുടെ പല മേഖലകളിലും അതിശക്തമായ മഴ രേഖപ്പെടുത്തിയിരുന്നു. നിലവിലിപ്പോൾ അന്തരീക്ഷം തെളിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. മഴ പൂർണ്ണമായും മാറി നിൽക്കുന്നു. മഴ മാറിയെങ്കിൽ പോലും ജാഗ്രത തുടരണം എന്നുള്ളൊരു നിർദ്ദേശമാണ് പ്രധാനമായും മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ഇതിലെടുത്ത് പറയേണ്ടത് ഈ പുഴകളും നദികളും എല്ലാം തന്നെ ക്രമാതീതമായി വെള്ളം ഉയർന്നിരിക്കുന്ന സാഹചര്യമുണ്ട്. നിലവിൽ ജില്ലയിൽ 4 ഡാമുകൾ റെഡ് അലേർട്ടിലാണ്. അതിൽ 2 ഡാമുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. അത് പ്രധാനമായും മലങ്കര ജലാശയത്തിൽ നിന്നാണ് കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. നിലവിൽ മലങ്കര ജലാശയത്തിൻ്റെ 5 ഷട്ടറുകൾ 50 സെന്റിമീറ്റർ വീതം ഉയർത്തി കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ വെള്ളം പുറത്തേക്ക് ഒഴുക്കിയിരുന്നു. ഇന്നലെ ഉണ്ടായ ശക്തമായ മഴയിൽ ഡാമിലേക്ക് ഉള്ള നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്നലെ രാത്രി മുതൽ 3 ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ തുടങ്ങിയത്. ഈ സാഹചര്യത്തിൽ തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളുടെ തീരത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. ഇവിടെ നിലവിൽ ഇപ്പോൾ ഈ 2 ഡാമുകളിലും ഈ 2 നദികളിലും വെള്ളം ഉയരുന്ന സാഹചര്യമുണ്ട്. ഇവിടെ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകളും തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയാണ്. മറ്റ് 2 ഡാമുകളിൽ പ്രധാനമായും കല്ലാർ ഡാം, ഇരട്ടയാർ ഡാം, പാമ്പള ഡാം എന്നീ 3 ഡാമുകളിൽ റെഡ് അലർട്ട് തുടരുകയും ചെയ്യുന്നു. നിലവിൽ ഇടുക്കി ഡാമിലും മുല്ലപ്പെരിയാർ ഡാമിലും ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്നു. എന്തായാലും മഴ വരും മണിക്കൂറുകളിലും കനക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പുള്ളതിനാൽ ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിൽ കഴിഞ്ഞ
3 ദിവസങ്ങളിലായി ഉണ്ടായ ശക്തമായ മഴയെ തുടർന്ന് ഏകദേശം 13ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഇതുവരെ ആരെയും തിരികെ മടക്കി അയക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും പല മേഖലകളും ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ആളുകളെ പുറത്തേക്ക് അല്ലെങ്കിൽ വീടുകളിലേക്ക് അയക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. നിലവിൽ നിയന്ത്രണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെല്ലാം അത്തരത്തിൽ തന്നെ തുടരുകയാണ്. ജില്ലയിൽ രാത്രികാല യാത്രയ്ക്ക് നിരോധനമുണ്ട്. അതോടൊപ്പം തന്നെ നേര്യമംഗലം അടിമാലി റൂട്ടിൽ യാത്ര ഒരു കാരണവശാലും രാത്രി യാത്ര അനുവദിക്കരുത്, അല്ലെങ്കിൽ രാത്രി യാത്ര നിയന്ത്രണം അത് കർശനമായി തന്നെ തുടർന്ന് പോരുകയുമാണ്. വനമേഖലയിൽ ഇന്നലെയും അതിശക്തമായ മഴയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ച് മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിരീക്ഷണം. അതോടൊപ്പം തന്നെ മറ്റു മേഖലകൾ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ ദേശീയപാത നിർമ്മാണം നടക്കുന്ന വാളറ മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് നിരവധി സ്ഥലങ്ങളിൽ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുകൾ ഈ പ്രദേശത്ത് ഉണ്ടാകുന്നുമുണ്ട്. പക്ഷെ അത് ഒരു തരത്തിലും ഈ ഗതാഗത തടസ്സം ഉണ്ടാകുന്ന തരത്തിലേക്ക് നിലവിൽ എത്തിയിട്ടില്ല. നേരിയ ശമനമുണ്ട് എങ്കിൽ പോലും അവിടെ മണ്ണിടിച്ചിൽ സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ രാത്രികാല യാത്രകൾക്കും ഒപ്പം തന്നെ വിനോദസഞ്ചാരികൾക്കും നിയന്ത്രണമാണ്. അല്ലെങ്കിലും അങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടുക്കിയുടെയും പിന്നെ വയനാട്ടിൻ്റെയും പരിസ്ഥിതി എന്നുള്ളത് വളരെ ലോലമായ പരിസ്ഥിതിയാണ്. മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള പ്രദേശങ്ങളാണ്. അതുകൊണ്ടാണ് അത്ര കരുതൽ നമ്മൾ എടുക്കണം അല്ലേ?